Fourier sine and cosine integral and their transforms. ഓൾറെഡി നമുക്കറിയാം ഒരു ഫൊറിയർ ട്രാൻസ്ഫോം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഫൊറിയർ കോംപ്ലക്സ് ട്രാൻസ്ഫോം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് ഒരു ഈവൺ ഫംഗ്ഷൻ ആണ് എങ്കിൽ അത് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോമിലോട്ട് അറേഞ്ച് ചെയ്യും. അതേപോലെ ഓഡ് ഫംഗ്ഷൻ ആണ് എങ്കിൽ ഇറ്റ് ചേഞ്ചസ് ടു ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫൊറിയർ സൈനും ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോമാണ്. അപ്പോൾ ആ ഫോമുലയിൽ ചെറിയ വേരിയേഷൻസ് ആണ് ഉണ്ടാകുന്നത്. ഫസ്റ്റ് ലെക്ചറിൽ നമ്മളത് കണ്ടായിരുന്നു, എങ്ങനെയാണ് ഈ ഫോമുലയിൽ നമ്മൾ വന്ന് എത്തുന്നതെന്ന്. അപ്പോൾ ഒന്നും കൂടെ നമ്മൾ റീക്യാപ്പ് ആയിട്ട് ഈ ഫോമുല ജസ്റ്റ് നോക്കുന്നതേ ഉള്ളൂ. Fourier cosine transform is given by fc of omega and that is equal to root of 2 by pi integral 0 to infinity f of x cos omega x dx. അതേപോലെ Fourier cosine integral ആണ് എങ്കിൽ that is f of x is equal to root of 2 by pi integral 0 to infinity Fourier cosine transform അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. that is fc of omega cos omega x dx. So this is Fourier cosine transform and this is Fourier cosine integral. അതേപോലെ this is Fourier sine transform. Fourier sine transform ആകുമ്പോൾ it will be root of 2 by pi integral 0 to infinity f of x sin omega x dx ആയിരിക്കും. Correspondingly Fourier sine integral will be root of 2 by pi integral 0 to infinity fs of omega എന്ന് പറയുന്ന Fourier sine ട്രാൻസ്ഫോം ആണ്, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. ഇപ്പോൾ ഫോറിയർ കോംപ്ലക്സ് ട്രാൻസ്ഫോം കാൽക്കുലേറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇതും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇൻ്റഗ്രലോട്ട് ഡെഡ്യൂസ് ചെയ്യാം. അതിന് നമുക്ക് ഫോറിയർ ഇൻ്റഗ്രൽസ് യൂസ് ചെയ്യുകയും ചെയ്യാം. പ്രോബ്ലം നമ്പർ 1. Find the Fourier cosine transform and sine transform and the integral representation of f of x equals e raised to minus ax, x greater than 0, a greater than 0, and hence show that integral 0 to infinity omega sin omega x by a squared plus omega squared d omega is equal to pi by 2 e raised to minus ax. And second one, integral 0 to infinity cos omega x by a squared plus omega squared d omega equals pi e raised to minus ax by 2a. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം. അപ്പോൾ നമുക്കിവിടെ എല്ലാം കാൽക്കുലേറ്റ് ചെയ്യണം. ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം കാൽക്കുലേറ്റ് ചെയ്യണം. അത് യൂസ് ചെയ്തിട്ട് ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ എടുക്കണം. ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രലിനകത്ത് ഇരുന്നതായിട്ടായിരിക്കും നമ്മുടെ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇത് കോസ് ഒമേഗ എക്സ് ആണ്. അപ്പോൾ കോസ് ഒമേഗ എക്സ് വരുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇൻ്റഗ്രൽ നമ്മൾ പ്രൂവ് ചെയ്തെടുക്കുന്നത് പൊതുവേ ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ വെച്ചിട്ടായിരിക്കും അത് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞില്ല. ഇത് ഡയറക്റ്റ്ലി ഇത് പ്രൂവ് ചെയ്യാൻ തന്നാലും നമ്മളത് മനസ്സിലാക്കുക. കോസ് ഒമേഗ എക്സ് കിടക്കുന്നത് കൊണ്ട് നമുക്ക് ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് വെച്ച് ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്കിത് പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. അതേസമയം ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ ഇവിടെ സൈൻ ഒമേഗ എക്സ് ആണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമേ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിരുന്ന് ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ ഡെഡ്യൂസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ഇൻ്റഗ്രൽ ഡെഡ്യൂസ് ചെയ്ത് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് 1 by 1 ആയിട്ട് പ്രൂവ് ചെയ്യാം. അപ്പോൾ ആദ്യമേ ഞാൻ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ ഫോറിയർ അത് യൂസ് ചെയ്തിട്ട് ഫോറിയർ ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാം. അത് വെച്ചിട്ട് എനിക്ക് രണ്ടാമത്തെ പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമേ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഗിവൺ ബൈ എഫ് സി ഓഫ് ഒമേഗ ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 by pi integral 0 to infinity f of x cos omega x d omega and that is equal to root of 2 by pi integral 0 to infinity f of x in the value to the f of x is e raised to minus ax cos omega x dx, not d omega dx. ഓക്കെ, നമുക്കിനി ബാക്കി നോക്കാം. ഇനി ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് വി ക്യാൻ യൂസ് ദ ഫോർമുല ഇ റൈസ് ടു എ എക്സ് കോസ് ബി എക്സ് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു എ എക്സ് ബൈ എ സ്ക്വാഡ് പ്ലസ് ബി സ്ക്വാഡ് ഇൻറ്റു എ കോസ് ബി എക്സ് പ്ലസ് ബി സൈൻ ബി എക്സ്. ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്കത് ഡയറക്റ്റ്ലി ഇൻ്റഗ്രേറ്റ് ചെയ്തെടുക്കാനേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ്ലി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സോ ദിസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 by pi ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇ റൈസ് ടു ഇവിടെ മൈനസ് എ എക്സ് ആണ്. സോ മൈനസ് എ എക്സ് ഡിവൈഡഡ് ബൈ എ സ്ക്വാഡ് പ്ലസ് ബി സ്ക്വാഡ്. ഇത് മൈനസ് എയുടെ സ്ക്വയർ എടുക്കുമ്പോൾ എ സ്ക്വാഡ് ആവും. പ്ലസ് ഇൻസ്റ്റെഡ് ഓഫ് ബി ഇറ്റ് ഇസ് ഒമേഗ. സോ എ സ്ക്വാഡ് പ്ലസ് ഒമേഗ സ്ക്വാഡ് ഇൻറ്റു
എ കോസ് ബി എക്സ്, എക്ക് പകരം ഇവിടെ മൈനസ് എ ആണ്. സോ മൈനസ് എ കോസ് ബിക്ക് പകരം ഒമേഗയുമാണ്, ഒമേഗ എക്സ് പ്ലസ് ബി, ബിക്ക് പകരം ഒമേഗയാണ്. സോ പ്ലസ് ഒമേഗ കോസ് ഒമേഗ എക്സ്, സോറി സൈൻ ഒമേഗ എക്സ് ഓവർ ദി ലിമിറ്റ് 0 to ഇൻഫിനിറ്റി. അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ഇൻഫിനിറ്റി ആണ്. സോ റൂട്ട് ഓഫ് 2/π, ഞാൻ ഇൻഫിനിറ്റി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഹിയർ ഇറ്റ് വിൽ ബി ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി ആൻഡ് വാല്യൂ ഓഫ് ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി ഈസ് 0. ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 0 ആണ്. സോ ഇത് 0 ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി 0 ആയിട്ട് മാറും. അപ്പോൾ അപ്പർ ലിമിറ്റ് മൊത്തത്തിൽ 0 ആയിട്ട് മാറും. ലോവർ ലിമിറ്റ് 0 ആണ്. എക്സിന് പകരം 0 ഞാനിവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇ റൈസ് ടു 0 1 ആകും. സോ ദാറ്റ് ഈസ് 1/a² പ്ലസ് ഒമേഗ സ്ക്വാഡ് ഇൻറ്റു എക്സിന് 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കോസ് 0 വരും. കോസ് 0യുടെ വാല്യൂ 1 ആണ്. സോ ദിസ് ബിക്കംസ് മൈനസ് എ പ്ലസ് സൈൻ 0യുടെ വാല്യൂ 0 ആയതുകൊണ്ട് ആ ടേം എൻറ്റയർലി 0 ആയി പോകും. സോ മൈനസ് മൈനസ് എ വിൽ ബി പ്ലസ് എ ആൻഡ് ഫൈനലി വി ഗെറ്റ് root of 2/π into a/a² plus omega squared. സോ ഇതാണ് ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം. അപ്പോൾ ഈ ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ട് നമുക്കിനി ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, the Fourier cosine integral of f of x is given by root of 2/π integral 0 to infinity fc of omega, that is Fourier cosine transform of omega into cos omega x d omega, that is equal to root of 2/π integral 0 to infinity fc of omega യുടെ വാല്യൂ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുക. root of 2/π into a/a² plus omega squared into cos omega x dx. So root of 2/π into root of 2/π becomes 2/π. So 2/π integral 0 to infinity a/a² plus omega squared cos omega x dx. So the integral Fourier integral for f of x is equal to 2/a യുടെ പുറത്തോട്ട് എടുക്കാം. സോ 2a/π integral 0 to infinity numerator is cos omega x divided by a² plus omega squared d omega. അപ്പോൾ ഇതാണ് ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ്. ഇനി നമുക്ക് ഡെഡ്യൂസ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. നമുക്ക് ഡെഡ്യൂസ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. 0 to infinity cos omega x by a² plus omega squared. അത് ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രലിൽ നിന്നാണ് നമ്മൾ ഡെഡ്യൂസ് ചെയ്തിരുന്നത്. ആൻഡ് വി നീഡ് ടു പ്രൂവ് ദാറ്റ് ഈസ് പൈ ഇ റൈസ് ടു മൈനസ് എ എക്സ് ബൈ 2x. ഓൾറെഡി ആ ഇൻ്റഗ്രൽ നമുക്കിവിടെ വന്നിട്ടുണ്ട്. നമ്മളിനി ഇവിടെ ചെയ്യേണ്ടത് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. എഫ് ഓഫ് എക്സ് ഇസ് ഇ റൈസ് ടു മൈനസ് എ എക്സ്. സോ വി ഗെറ്റ് ഇ റൈസ് ടു മൈനസ് എ എക്സ് ഇസ് ഈക്വൽ ടു 2a/π integral 0 to infinity cos omega x divided by a² plus omega squared d omega. From this we can find integral 0 to infinity cos omega x by a² plus omega squared d omega, and that will be equal to ഈ π/2a റൈറ്റ് സൈഡിൽ വരുമ്പോൾ that is pi e raised to minus ax by 2a. അതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പ്രൂവ് ആയി. ഇനി ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പ്രൂവ് ചെയ്യണമെങ്കിൽ അത് സൈൻ ഒമേഗ എക്സിൻ്റെ ടേമാണ്. അതുകൊണ്ട് നമ്മൾ ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം എടുത്തിട്ട് അത് യൂസ് ചെയ്ത് ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോഴത്തേക്കും അത് ഡെഡ്യൂസ്ഡ് ആകും. ഓക്കെ, നമുക്ക് ആദ്യമേ ഫൊറിയർ സൈൻ ട്രാൻസ്ഫോമിലോട്ട് പോവാം. ആൻഡ് ദാറ്റ് ഈസ് എഫ് എസ് ഓഫ് ഒമേഗ. എഫ് എസ് ഓഫ് ഒമേഗ ഈസ് ഈക്വൽ ടു root of 2/π integral 0 to infinity f of x into sin omega x dx. f of x ന്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. root of 2/π integral 0 to infinity f of x is e raised to minus ax into sin omega x dx. ഇവിടെ നമുക്ക് integral e raised to ax sin bx ന്റെ ഫോർമുല യൂസ് ചെയ്യാം. e raised to ax sin bx is given by e raised to ax by a² plus b² minus into a sin bx minus b cos bx. നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ഞാനിതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്.
Okay, so this is equal to root of 2 by pi integral 0 to infinity, integrate ചെയ്യുമ്പോൾ e raised to minus ax divided by minus a square തന്നെയാണ്. So a squared plus omega squared into minus a sin omega x minus omega cos omega x, and the limit is from 0 to infinity. That is equal to root of 2 by pi. ഞാൻ അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ പോലെ തന്നെ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി വരും. ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റിയുടെ വാല്യൂ 0 ആയതുകൊണ്ട് ഇത് എൻറ്റയർലി 0 ആയി പോകും. മൈനസ് ലോവർ ലിമിറ്റ് 0 ഇട്ട് കൊടുക്കുമ്പോൾ ഇ റൈസ് ടു 0 1 ആണ്. സോ 1 ബൈ എ സ്ക്വാഡ് പ്ലസ് ഒമേഗ സ്ക്വാഡ് ഇൻറ്റു സൈൻ ഒമേഗ എക്സിൻ്റെ വാല്യൂ 0 സൈൻ 0 ആയതുകൊണ്ട് എക്സിന് 0 വരുമ്പോൾ ഇത് 0 ആയി പോകും. മൈനസ് ഒമേഗ കോസ് 0യുടെ വാല്യൂ 1 ആയതുകൊണ്ട് ദാറ്റ് ബിക്കം 1. ആൻഡ് ഫൈനലി വി ഗെറ്റ് റൂട്ട് ഓഫ് 2 ബൈ പൈ ഇൻറ്റു ഇവിടെ മൈനസും കൂടെ പ്ലസ് ആകും ഒമേഗ ബൈ എ സ്ക്വാഡ് പ്ലസ് ഒമേഗ സ്ക്വാഡ്. സോ ദിസ് ഈസ് എഫ് എസ് ഓഫ് ഒമേഗ. ഇനി നമുക്ക് ഫൊറിയർ സൈൻ ഇൻ്റഗ്രലിലോട്ട് പോവാം. ആൻഡ് ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഇസ് ഗിവൺ ബൈ റൂട്ട് ഓഫ് 2 by pi integral 0 to infinity Fourier sine transform, that is fs of omega into sine omega x d omega. So that is equal to root of 2 by pi integral 0 to infinity fs of omega the value to duga, that is root of 2 by pi into omega by a squared plus omega squared d omega. So this is equal to root of 2 by pi into root of 2 by pi 2 by pi agam integral 0 to infinity fs of omega into sin omega x sin omega x d omega. Okay, so that is root 2 by pi into omega sin omega x divided by a squared plus omega squared d omega. Okay, so this is the Fourier sine integral of the function. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കിനി എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേണ്ട ഇൻ്റഗ്രൽ ഡെഡ്യൂസ് ചെയ്തെടുക്കാം. അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. എഫ് ഓഫ് എക്സ് ഇസ് ഇ റൈസ് ടു മൈനസ് എ എക്സ്. സോ ഇ റൈസ് ടു മൈനസ് എ എക്സ് ബിക്കംസ് 2 by pi integral 0 to infinity omega sin omega x divided by a squared plus omega squared d omega. ഇനി ഇതിൽ നിന്ന് നമുക്ക് ആദ്യത്തെ ഇൻ്റഗ്രൽ ഡെഡ്യൂസ് ചെയ്യാം. ആദ്യത്തെ ഇൻ്റഗ്രൽ 0 to infinity ഒമേഗ സൈൻ ഒമേഗ എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അത് എക്സാക്ട്ലി ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ 2 by pi ആ സൈഡിലോട്ട് കൊണ്ടുപോവുക. ആൻഡ് വി വിൽ ഗെറ്റ് ഇൻ്റഗ്രൽ 0 to infinity ഒമേഗ സൈൻ ഒമേഗ എക്സ് divided by a squared plus omega squared d omega is equal to pi by 2 e raised to minus ax. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ചില ക്വസ്റ്റ്യനുകളിൽ ഈ ഏത് ഇൻ്റഗ്രലാണോ ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ആണോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം ആണോ, ഏത് ഇൻ്റഗ്രലാണെന്ന് ഒന്നും തരത്തില്ല. ഡയറക്റ്റ്ലി ഇതങ്ങ് പ്രൂവ് ചെയ്യാൻ പറയും. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കണം. ഇവിടെ സൈൻ ഒമേഗ എക്സ് വരുന്നതുകൊണ്ട് ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ ഞാൻ ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം എടുത്തിട്ട് അത് വെച്ചിട്ട് ഫൊറിയർ സൈൻ ഇൻ്റഗ്രലിലോട്ട് പോകണം. അതേസമയം ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം എടുത്തിട്ട് അതിൽ നിന്നും ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഡെഡ്യൂസ് ചെയ്തെടുക്കുക. പ്രോബ്ലം നമ്പർ 2. Find the Fourier sine and Fourier cosine transform of the function f of x equal to 1, 0 less than or equal to x less than or equal to c and 0 x greater than c. അപ്പോൾ ഇവിടെ നമുക്ക് ഫൊറിയർ സൈനും ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഫൊറിയർ അവരുടെ ഇൻ്റഗ്രൽസ് വേണ്ട. നമുക്ക് സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് രണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യമേ ഞാൻ ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാം. ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ എഫ് എസ് ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 by pi integral 0 to infinity f of x sin omega x dx, and that is equal to root of 2 by pi integral 0 to infinity f of x ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം നോക്കുക. എഫ് ഓഫ് എക്സ് 0 to infinity വരെ ഇല്ല. 0 മുതൽ സ്റ്റാർട്ട് ചെയ്ത് c വരെ മാത്രമേ വാല്യൂ ഉള്ളൂ. 0 to c യിൽ അതിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ 0 to infinity എന്ന് പറയുന്ന ഇൻ്റഗ്രൽ മാറി 0 to c എന്നാകും. അത്രയും സ്ഥലത്ത് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 1 ആണ്. ബാക്കി സ്ഥലത്ത് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ റെഡ്യൂസ്ഡ് ആകും. 0 to c വരെയേ ഉള്ളൂ. അത്രയിടത്ത് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 1 ആണ്. ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. ഇതിപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ഇൻ്റഗ്രേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. റൂട്ട് ഓഫ് 2 by pi ഇൻറ്റു സൈൻ ഒമേഗ എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ ഇസ് മൈനസ് കോസ് ഒമേഗ എക്സ്
divided by omega over the limit 0 to c. So that is equal to root of 2 by pi into upper limit to എടുക്കുമ്പോഴത്തേക്കും minus cos omega c by omega minus lower limit to എടുക്കുമ്പോഴത്തേക്കും minus cos 0 യുടെ വാല്യൂ 1 ആണ്, so 1 by omega. So ഈ ടേം പ്ലസ് ആകും. So we get root of 2 by pi into ഇത് 1 by omega ആവും, ഇത് minus cos omega c by വരും. So numerator is 1 minus cos omega c divided by omega. So ഇതാണ് Fourier cosine transform of the function. Similarly നമുക്കിനി this is Fourier sine transform of the function. നമുക്ക് similarly ഇനി Fourier cosine transform കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. So it is given by fc of omega is equal to root of 2 by pi integral 0 to infinity f of x cos omega x dx, and that is equal to root of 2 by pi integral 0 to infinity മാറി 0 to c ആകും, കാരണം അത്രയും സ്ഥലത്തെ ഫംഗ്ഷൻ ഉള്ളൂ. 0 to c യിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആണ്. സോ cos omega x dx, cos omega x ഇൻ്റഗ്രേറ്റ് ചെയ്യുക. സോ root of 2 by pi into cos omega x ൻ്റെ ഇൻ്റഗ്രേഷൻ sin omega x by omega over the limit 0 to c. ഇനി അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കുക. അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ c ആണ് അപ്പർ ലിമിറ്റ്. സോ റൂട്ട് ഓഫ് 2 by pi ഇൻറ്റു അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ sin omega c by omega മൈനസ് ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കുക. sin 0യുടെ വാല്യൂ 0 ആയതുകൊണ്ട് അത് എൻ്റയർലി 0 ആയി പോകും. ആൻഡ് വി ഗെറ്റ് റൂട്ട് ഓഫ് 2 by pi sin omega c ഡിവൈഡഡ് ബൈ ഒമേഗ. അപ്പോൾ ഇതാണ് ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോം. അപ്പോൾ ഈ കേസിൽ നമുക്ക് ഫോറിയർ സൈൻ ട്രാൻസ്ഫോമും ഫോറിയർ കൊസൈൻ ട്രാൻസ്ഫോമും മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. സോ ദാറ്റ്സ് ഇറ്റ്. Problem number 3. Find the Fourier sine transform of f of x is equal to 3x 0 less than x less than 6. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി, വേറെ ഒന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട. അപ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് ഫോറിയർ സൈൻ ട്രാൻസ്ഫോം കാൽക്കുലേറ്റ് ചെയ്യാം. എഫ് എസ് ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു root of 2 by pi integral 0 to infinity f of x sin omega x dx, and that is equal to root of 2 by pi integral 0 to infinity ഇല്ല, കാരണം നമ്മുടെ ഫംഗ്ഷൻ 0 മുതൽ 6 വരെ ഉള്ളൂ. സോ ഇൻ്റഗ്രൽ 0 to 6ൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3x ആണ്. സോ ഇൻ്റഗ്രൽ 0 to 6 3x sin omega x dx. Okay, so that is equal to root of 2 by pi. നമുക്കിനി ഇതിപ്പോൾ ലെബിനിറ്റ്സ് റൂൾ വെച്ചിട്ട് ഡയറക്റ്റ്ലി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഫംഗ്ഷൻ 3x ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് sin omega x ഇൻ്റഗ്രേഷൻ മൈനസ് cos omega x ബൈ ഒമേഗ മൈനസ് 3xൻ്റെ ഡെറിവേറ്റീവ് 3. എഗെയിൻ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് cos omega xൻ്റെത് sin omega x ബൈ ഒമേഗ. അപ്പോൾ താഴെ ഓൾറെഡി ഒരു ഒമേഗ ഉള്ളതുകൊണ്ട് ഒമേഗ സ്ക്വയർ ആകും. ആൻഡ് ദ ലിമിറ്റ് ഈസ് ഫ്രം 0 to 6. ആദ്യമേ നമുക്ക് അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കാം. അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ റൂട്ട് ഓഫ് 2 by pi ഇൻറ്റു അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ദിസ് ബിക്കംസ് 3 into 6, that is 18 into minus cos 6 omega divided by omega മൈനസും മൈനസും പ്ലസ് ആകും. 3 sin എക്സിന് വരെ 6 വരുമ്പോൾ 6 ഒമേഗ ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർഡ്. ദിസ് ഈസ് ദി അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് 0 ആണ്. അപ്പോൾ എക്സിന് പകരം 0 കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ടേം എൻ്റയർലി 0 ആകും, കാരണം ഇവിടെ 3x 0 ആകുന്നതുകൊണ്ട് എൻ്റയർലി 0 ആകും. ഇവിടെ sin 0 ആകുന്നതുകൊണ്ട് ഇതും 0 ആയി പോകും. സോ ലോവർ ലിമിറ്റ് കംപ്ലീറ്റ്ലി 0 ആയി പോകും. സോ ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 by pi ഇൻറ്റു ഈ ടേം ആദ്യമേ എഴുതാം. സോ ദാറ്റ് ഈസ് 3 sin 6 omega divided by omega squared and minus this is 18 cos 6 omega divided by omega. So this is the solution.